നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ. ഇതിനിടെ ആഭ്യന്തര വകുപ്പിന്റെ കത്ത് മേയർ ആയുധമാക്കിയിരുന്നു. ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സുഗതന് അയോഗ്യത ഒഴിവാക്കാനുള്ള മാർഗം നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയ സാഹചര്യം അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഗതൻ നൽകിയ കത്തിന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി കൊടുത്ത മറുപടിയാണ് വിവാദമായത്. എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയെങ്കിലും അയോഗ്യത ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന മറുപടിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ലെങ്കിലും കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതാണെന്ന് ആഭ്യന്തര വകുപ്പിന്റെ കത്തിൽ പറയുന്നു. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യതയിൽ നിന്നും സുരക്ഷിതമായിരിക്കുമെന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുന്നതെന്ന് കോൺഗ്രസ് കൗൺസിലർ KS ശബരിനാഥൻ ചോദിച്ചു. അപ്പോൾ മേയറുടെ മറുപടി മേയർ പ്രതിരോധിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു. കോൺഗ്രസിന് വലിയ ക്ഷീണമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള തിരിച്ചടി കോൺഗ്രസിന് തന്നെ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് തുണയാകുന്ന തരത്തിൽ തന്റെ വകുപ്പിൽ നിന്ന് കത്ത് നൽകിയതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നാണ് വിവരം. വകുപ്പ് സെക്രട്ടറിയുമായി മന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തു. ഏത് സാഹചര്യത്തിലാണ് കത്ത് നൽകിയതെന്ന് റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ CPM CPI കത്ത് ആയുധമാക്കുമെന്ന ആശങ്കയാണ് കോൺഗ്രസിനുള്ളത്. പ്രതിക്ക് അനുകൂലമായി കത്ത് എങ്ങനെയുണ്ടായി എന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വീണ്ടും പ്രതിഷേധമുണ്ടായി. യോഗ നടപടികൾക്കിടെ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. കൗൺസിലിലെ ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുക, കാപ്പ കേസ് പ്രതിയെ അയോഗ്യനാക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചത്. അതിനിടെ കൗൺസിലർ ആർ സുഗതൻ അവധി അപേക്ഷ നൽകിയതായി മേയർ VV രാജേഷ് അറിയിച്ചു. 51 പേർ അവധി അപേക്ഷയെ പിന്തുണച്ചതിനാൽ അവധി അപേക്ഷ പാസ്സാകുകയും ചെയ്തു. പൗണ്ട് കടവ് വാർഡിൽ നിന്ന് വിജയിച്ച സുധീഷാണ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വിമതനാണ് സുധീഷ്. സഹപ്രവർത്തകനായ ആർ സുഗതനെയാണ് താൻ പിന്തുണച്ചതെന്നും BJP അല്ലെന്നും സുധീഷിന്റെ പ്രതികരണം. സുഗതൻ വ്യക്തിപരമായി ആവശ്യപ്പെട്ടുവെന്നും സുധീഷ് പറഞ്ഞു. അയോഗ്യത മറികടക്കാനുള്ള നീക്കമായിരുന്നു ആർ സുഗതന്റെ അവധി അപേക്ഷ. ഇതോടെ ആർ സുഗതന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകുന്നതേ ഒഴിവായി. ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറിന്റെ പശ്ചാത്തലത്തിലാണ് അവധി അപേക്ഷ അംഗീകരിച്ചതെന്നും മേയർ പറഞ്ഞു. പക്ഷേ മുനിസിപ്പാലിറ്റി നിയമപ്രകാരം അവധി അനുവദിക്കാനുള്ള വകുപ്പില്ല എന്നാണ് കൗൺസിലർ ശബരിനാഥന്റെ പ്രതികരണം. നിയമം അറിയാതെയാണ് മേയർ പ്രവർത്തിക്കുന്നതെന്നും തീരുമാനം ചട്ടലംഘനമാണെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യോഗ നടപടികൾ തുടരുന്നതിനിടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധം കടുത്തു. അതുകൊണ്ട് നടപടികൾ ബഹളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിന് മുന്നേയും വലിയ രീതിയിലുള്ള ഈ സുഗതന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കൗൺസിലിൽ ഉണ്ടായ വലിയ പിടിവലികൾ, ഷർട്ട് കീറുന്നു, അടിക്കുന്നു, ആ ഒരു സംഭവമൊക്കെ കണ്ടതാണ്. എന്തായാലും അത്തരത്തിലൊന്നും പോയില്ല എങ്കിലും ഇവിടെയും ബഹളമുണ്ടായി. വിവിധ വിഭാഗങ്ങളുടെ അജണ്ടകളുമായി കൗൺസിലർ മുന്നോട്ട് പോയി. അജണ്ടകൾ പാസാക്കിക്കൊണ്ട് യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. കപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആർ സുഗതന്റെ അംഗത്വം റദ്ദാക്കാതിരിക്കാനാണ് അവധി അപേക്ഷയുമായി ഭരണപക്ഷം രംഗത്തെത്തിയത്. അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. ഇത് പാസാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന കാരണത്താൽ സുഗതനെ മുനിസിപ്പൽ ആക്ട് പ്രകാരം അയോഗ്യനാക്കാൻ സാധിക്കും. 101 അംഗങ്ങളാണ് കോർപ്പറേഷനിലുള്ളത്. 50 സീറ്റുള്ള BJP ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയ്ക്കൊപ്പമാണ് ഇത്തരത്തിൽ ഭരണം നടത്തുന്നത്. അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങൾ. സുഗതന്റെ ഒരു സ്ഥാനം പോകുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാക്കി. എന്തായാലും 2 സ്വതന്ത്രന്മാരും അവർക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. അവധി അപേക്ഷ പാസ്സാക്കാൻ സാധിച്ചു. അങ്ങനെയെങ്കിൽ അവധി അപേക്ഷ കിട്ടിയ സാഹചര്യത്തിൽ സുഗതന്റെ ഒരു ഈ ഒരു കൗൺസിൽ സ്ഥാനം ഒരു 6 മാസത്തേക്ക് സേഫ് ആണ്. എന്നാലും സുഗതന്റെ അവധി അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്കെതിരെ അന്വേഷണമുണ്ട്. മന്ത്രിയോ വകുപ്പ് സെക്രട്ടറിയോ അറിയാതെയാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തതെന്നും സുഗതന് അനുകൂലമായി ജയിൽ വകുപ്പ് കത്ത് നൽകിയ സംഭവത്തിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സുഗതന് അവധി അപേക്ഷ കിട്ടിയതോടെ അത്
LDFിനും UDFിനും ഒരുപോലെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സുഗതൻ കാപ്പ കേസിൽ അകപ്പെടുന്നു, ജയിലിലാകുന്നു. ഇതിന് പിന്നാലെ തന്നെ സുഗതനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് LDFിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സുഗതൻ രാജിവെക്കണം, കാപ്പ കേസ് പ്രതിയായ ഒരു വ്യക്തി കൗൺസിലറായി തുടരുന്നതിൽ അർഹതയില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തി LDF വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയതാണ്. പക്ഷേ ഇപ്പോൾ അവധി അപേക്ഷ കിട്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം വളരെ സേഫ് ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ LDFിനും UDFിനും അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും അന്ന് LDF നടത്തിയ പ്രതിഷേധം, അന്ന് സുഗതന്റെ വിഷയത്തിൽ LDF നടത്തിയ പ്രതിഷേധത്തിനിടെ നേതാക്കൾ പ്രതികരിച്ച പ്രതികരണത്തിലേക്ക്, അവർ അന്ന് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം നടത്തുകയാണ്. ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം, ഒരു കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ അപമാനം എന്ന് കരുതുന്ന ഒരു കൗൺസിലറായി പ്രവർത്തിക്കുന്ന സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ കഴിഞ്ഞ ഒരു 7-8 വർഷങ്ങൾ കൊണ്ട് തൻ്റെ പേരിനകത്ത് നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകളുണ്ട്. കൗൺസിലർ ആകുന്നതിന് മുമ്പ് ഒരു കൂട്ടം കേസ്, കൗൺസിലർ ആയതിനു ശേഷവും വീണ്ടും ക്രിമിനൽ കേസുകളുടെ പ്രതിയാകുകയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന രാഷ്ട്രീയ സമരങ്ങളല്ല ഇത്. നമ്മളെ നാട്ടിനകത്ത് തന്നെ ആളിനും സ്വത്തിനുമെല്ലാം ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് ആളുകളുടെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളായി ഈ സുഗതൻ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നു. 2012 മുതൽ തന്നെ ഇവിടെ ഗുണ്ട ആക്ടിനകത്ത് പേര് ഉള്ള ആളാണ് ഈ സുഗതൻ എന്ന് പറയുന്നത്. അയാളുടെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ നഗരത്തിനകത്തുള്ള ഒരു വൻകിട ഗുണ്ട റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം കൊടുക്കുകയും അതിന്റെ നേതാവായി പ്രവർത്തിക്കുന്ന ആളായി സുഗതൻ മാറിയിരിക്കുകയാണ്. സുഗതൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൗൺസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ 2 മാസമായിട്ട് ഇവിടെ കാണാനില്ലാത്ത കാരണം എന്ന് പറയുന്നത് അറസ്റ്റ് വാറന്റ് കിടക്കുന്നത് കൊണ്ട് പോലീസിന്റെ അറസ്റ്റ് ഭയന്നിട്ടാണ് ഈ കൗൺസിലിലേക്ക് വരാത്തത്. വാർഡിനകത്ത് നിരവധിയായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ട്. ജനകീയ പ്രശ്നങ്ങളെ അന്വേഷിച്ച് അവിടുത്തെ ജനങ്ങൾ നടക്കുമ്പോഴത്തേക്ക് സുഗതൻ എന്ന് പറയുന്ന ആള് ജയിലിൽ പോകുന്നത് കൊണ്ട് തന്നെ പേടിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ഒളിവിൽ ജീവിക്കുന്ന ആളായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഉള്ളത്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൗൺസിൽ വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് 3ാമതൊരു കൗൺസിലിനകത്ത് കൂടി വരാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കൗൺസിലറുടെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് കൊണ്ട്, മറ്റ് നടപടികളിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന മേയർ ബോധപൂർവം ഇവിടെ നഗരത്തിനകത്തുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ, മഴക്കാലത്തിനകത്ത് വന്നിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ സാധാരണഗതിയിൽ വെള്ളത്തിനും വൈദ്യുതിയും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ വെള്ളം കെട്ടുന്ന പ്രശ്നങ്ങളുമെല്ലാം നീറുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വന്നപ്പോൾ പോലും അത് കൗൺസിൽ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേയർ തയ്യാറാവുന്നില്ല.